നികേഷ് കുമാർ എന്താണ് കരുതുന്നത്? ഈ പെർഫോമൻസുമായി ബന്ധപ്പെട്ടാണോ? അതിലുള്ള അതൃപ്തി കൊണ്ട് ഞാൻ മണ്ഡലം മാറുന്നു എന്ന നിലപാടിലേക്ക് അദ്ദേഹം പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഈ ലീഗിൻ്റെ വാക്കും പ്രവൃത്തിയും യോജിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഒരു മൂന്നാമത്തെ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? 2019 2024 കാലഘട്ടത്തിൽ നരേന്ദ്രമോദി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളിലെല്ലാം തന്നെയും ഒരു മുസ്ലിം വിരുദ്ധതയുണ്ട്. ആ മുസ്ലിം വിരുദ്ധതയെ പ്രതിരോധിക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല. ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ മുഴങ്ങുന്നില്ല. അതുകൊണ്ട് നേരത്തെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും മുസ്ലിം ലീഗിന് 2-ൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു മതേതര പാർട്ടിയായ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് വലിയ ഒറ്റക്കക്ഷിയാകട്ടെ എന്നുള്ള ആ സമ്മർദ്ദത്തിൽ മുസ്ലിം ലീഗ് കൺസീഡ് ചെയ്യുകയായിരുന്നു, കീഴടങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ 2019 2024 കാലഘട്ടത്തിലെ അനുഭവം മുൻനിർത്തിയാണ് മുസ്ലിം ലീഗ് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വേണം, ഞങ്ങൾക്ക് ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം എന്ന ആവശ്യം ഉയർത്തിയത്. നമുക്കിവിടെ ഇപ്പോൾ ടി മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനിയും ഒക്കെ തന്നെയും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അവർക്ക് രണ്ടുപേർക്കും നല്ല നേതൃഗുണമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമുക്ക് പൊന്നാനിയിൽ തന്നെ 45% മുസ്ലിങ്ങളുണ്ട്. അതുപോലെ മലപ്പുറത്ത് പോയാൽ അതിനേക്കാളേറെ മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇപ്പോഴും ടി മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമാധാനിക്കും അപ്പുറത്തേക്ക് ചെറുപ്പക്കാരായ ആളുകളെ കൊണ്ടുവരാനും പരീക്ഷിക്കാനും ലീഗിന് കഴിയുന്നില്ല എന്നുള്ളത് ലീഗ് തന്നെ പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതുപോലെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊന്നും നടന്നിട്ടില്ലാത്ത പാർട്ടിയല്ല മുസ്ലിം ലീഗ്. 1991 മന്ത്രിസഭ വരുന്ന കാലഘട്ടത്തിൽ അന്ന് അഹമ്മദ്, ബീരാൻ, സീതി ഹാജി തുടങ്ങിയ വലിയ പ്രഗത്ഭരായിട്ടുള്ള നേതൃനിരയുള്ള കാലഘട്ടത്തിലാണ് വെറും 39 വയസ്സുള്ള കുഞ്ഞാലിക്കുട്ടിയെ പാർലമെൻ്ററി പാർട്ടി നേതാവാക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല, അന്ന് 42 വയസ്സ് മാത്രമേ ടി മുഹമ്മദ് ബഷീറിനുണ്ടായിരുന്നുള്ളൂ. കെ ബാവയും അഹമ്മദ് അലിയും ആ മന്ത്രിസഭയിൽ അംഗങ്ങളായി. അപ്പോൾ അത്തരത്തിൽ ശക്തമായ പരീക്ഷണങ്ങൾ കാണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലും വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ ലീഗ് പറയുന്നത് കുതിര തെളിക്കാൻ ആൾ വേണമല്ലോ എന്നുള്ളതാണ്. ജോക്കിയായിരുന്നു. പിന്നീട് 91 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ നയിച്ചത് യഥാർത്ഥത്തിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിശ്ചയിച്ച ആ ചെറുപ്പക്കാരൻ്റെ നേതൃശേഷി കൊണ്ടാണ് ലീഗിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു പരീക്ഷണം യഥാർത്ഥത്തിൽ നടത്താനുള്ള അവസരങ്ങൾ ലീഗ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുക, CPIM, കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ്, ഈ 4 പ്രധാനപ്പെട്ട പാർട്ടികളാണല്ലോ കേരളത്തിലുള്ളത്. ഈ 4 പ്രധാനപ്പെട്ട പാർട്ടികളിലും നല്ല ചെറുപ്പക്കാരുണ്ട്. CPMലാണ് സാധാരണഗതിയിൽ കൂടുതൽ ചെറുപ്പക്കാർ ഉയർന്നു വരികയെങ്കിൽ CPMനേക്കാൾ കൂടുതൽ നല്ല ചെറുപ്പക്കാർ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മതി. അതുപോലെ തന്നെ നല്ല ചെറുപ്പക്കാർ ഇപ്പോൾ മുസ്ലിം ലീഗിലുണ്ട്. BJPയിലും താരതമ്യേന നല്ല ചെറുപ്പക്കാരുണ്ട്. പക്ഷേ ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് അവർ അർഹിക്കുന്ന അവസരങ്ങൾ നൽകാൻ യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള നേതൃനിര തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാനൊക്കെ വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മളൊക്കെ കൂടുതൽ ലെഫ്റ്റ് വേർഷൻ കേൾക്കുന്ന സമയത്ത് ഈ നമ്മൾ ബനാത്ത് വാലയെക്കുറിച്ചും ഇബ്രാഹിം സുലൈമാൻ സേഠിനെക്കുറിച്ചുമൊക്കെ ഇവർ നിരന്തരമായി വേറെ ഏതോ സംസ്ഥാനത്ത് നിന്ന് വരുന്നു, എന്നിട്ട് കേരളത്തിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജയിക്കുന്നു, എന്നിട്ട് അവർ പിന്നെ കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപവാദ കഥകളാണ്. എന്ന് വെച്ചാൽ പ്രചരണം, ഒരു ലെഫ്റ്റിൻ്റെ ഒരു പ്രചരണമായിരുന്നു ഞാനൊക്കെ ആദ്യ കാലഘട്ടത്തിൽ കേട്ടത്. ഞാൻ പിന്നീട് രാജ്യസഭ കവർ ചെയ്യുന്ന സ്ഥലത്ത്, ഡൽഹിയിൽ രാജ്യസഭ കവർ ചെയ്യുന്ന സമയത്ത് ഇബ്രാഹിം സുലൈമാൻ ബനാത്ത് വാലയുടെ ഒരു ദിവസത്തെ പ്രസംഗം കേട്ടുപോയി. ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ആ രാജ്യസഭ ഹോളാകെ ഒരുപക്ഷെ എന്താ പറയുക, ബനാത്ത് വാലയുടെ പ്രസംഗത്തിന് വേണ്ടി എന്ന് വെച്ചാൽ അത് വെറുമൊരു കോൺഗ്രസിൻ്റെ ബെഞ്ചുകൾ മാത്രമല്ല, അന്ന് അവിടെ ലഭ്യമായിരുന്ന BJPയുടെ ബെഞ്ചുകളൊക്കെ തന്നെയും വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. എന്ന് വെച്ചാൽ മുഴങ്ങുന്ന ശബ്ദമായിരുന്നു. പാർലമെൻറ്റ് ആകെ
പിടിച്ചുലക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അന്ന് നമ്മുടെ GM ബനാത്ത് വാലയുടെ പ്രസംഗം. ഇബ്രാഹിം സുലൈമാൻ സെട്ടും ആ നിലയിലായിരുന്നു. ഒരുപക്ഷെ മുസ്ലിം കോസിനെ പാർലമെൻറ്റിൽ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ ചരിത്രത്തിലെ നമുക്കറിയാം വളരെ പ്രഗത്ഭരായിട്ടുള്ള പാർലമെൻറ്റ് അംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇവരുടെ തുടർച്ചയായിട്ടുള്ള പാർലമെൻറ്റിലെ അവസരങ്ങൾ ഇവർ വളരെ കൃത്യമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് 3 അംഗങ്ങളുണ്ട്. അതിൽ ഈ ഇബ്രാഹിം നമ്മുടെ അബ്ദുൾ സമദാനിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു രസികനായിട്ടുള്ള ആളാണ്. അദ്ദേഹം മുസ്ലിം കോഴ്സ് നന്നായി പഠിച്ചിട്ടുള്ള ആളാണ്. പ്രസംഗിക്കും, പ്രത്യേകിച്ച് ഹിന്ദിയിൽ പ്രസംഗിക്കാൻ കഴിയും. എങ്കിൽ തന്നെയും ET മുഹമ്മദ് ബഷീറും ആ കോഴ്സിന് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിക്കുന്നതാണ്. ഈ നിലയിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവരെ ഉന്നയിച്ച പോലെ, അതായത് ബനാത്ത് വാലയും ഇബ്രാഹിം സുലൈം സെട്ടൊക്കെ പ്രൈവറ്റ് ബില്ലുകളിലൂടെ വലിയ പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് സംസാരിച്ചതുപോലെ ഇവർക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു ആത്മവിമർശനത്തോടു കൂടി യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് കാണേണ്ടതാണ് എന്നുള്ളത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ MP നവാസ് കനിയൊക്കെ എടുത്താൽ അദ്ദേഹം പാർലമെൻറ്റിൽ മിണ്ടിയിട്ടുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ലീഗിനൊരു നല്ല അവസരം കൈവന്നിരുന്നു, അല്ലെങ്കിൽ അവസരമായിരുന്നു ഇത്തവണത്തേത്. ആ അവസരം ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് ഒരു 3-ാം സീറ്റിന് ചോദിച്ച് കൂടുതൽ മുസ്ലിം ശബ്ദം പാർലമെൻറ്റിൽ ഉയരണം എന്നുള്ള ആവശ്യകത ഉന്നയിച്ച പാർട്ടി എന്നുള്ള നിലയിൽ വാക്കും പ്രവൃത്തിയും യോജിച്ചു പോകുന്നു എന്ന് ഉറപ്പുവരുത്താൻ മുസ്ലിം ലീഗിന് ബാധ്യതയുണ്ടായിരുന്നു. ആ ബാധ്യത യഥാർത്ഥത്തിൽ നിറവേറ്റുന്നതല്ല ഇന്നത്തെ ലിസ്റ്റ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരു ലോക്സഭാ സീറ്റ് തന്നെ മാറിയ സ്ഥിതിക്ക് പഴയ MP-യുടെ പെർഫോമൻസ് കൂടി നോക്കി ചെയ്യേണ്ടതായിരുന്നു. ET മുഹമ്മദ് ബഷീറിൻ്റെ പ്രായമാണ് അദ്ദേഹത്തെ പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് പരിഗണിക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രായം ഇത്തരത്തിലുള്ള മണ്ഡലമാറ്റത്തിന് പരിഗണനയാണ്. പക്ഷേ അത് ലോക്സഭയിൽ കൂടുതൽ വ്യക്തമായ ഒരു ശബ്ദം കേൾക്കാനുള്ള പരിഗണനയായി മാറുന്നില്ല എന്നുള്ളത് വളരെ ലീഗ് തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. പിന്നെ 3-ാം സീറ്റ് ലഭ്യമായി എന്നുള്ളതാണല്ലോ ലീഗ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് 2024 ജൂണിൽ വരുന്ന ഒഴിവിൽ രാജ്യസഭയിൽ മുസ്ലിം ലീഗ് പ്രതിനിധി പോകുമെന്ന് വ്യക്തതയുണ്ട്. പിന്നീട് വരുന്നത് ഒഴിവെന്ന് പറയുന്നത് 3 സീറ്റുകളാണ് 2026. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. 2026 ജൂലൈയിലാണ് ആ 3 സീറ്റ് ഒഴിവ് വരിക. അവിടെ UDF ആണ് ജയിക്കുന്നതെങ്കിൽ ശരിയാണ്, മുസ്ലിം ലീഗിന് ഒരംഗത്തെ കൂടി ജയിപ്പിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ നിലവിലുള്ള 2 അംഗങ്ങളെ മുസ്ലിം ലീഗിന് രാജ്യസഭയിൽ എത്തിക്കാൻ സാധിക്കും. അഥവാ LDF ആണ് ജയിക്കുന്നതെങ്കിൽ ആ സീറ്റ് അപ്പോൾ കോൺഗ്രസ് ആണ് എടുക്കുക. അപ്പോൾ വീണ്ടും ലീഗിൻ്റെ അംഗസംഖ്യ രാജ്യസഭയിൽ 1 കുറയുമെന്നുള്ളതാണ്. പിന്നീട് അടുത്ത സീറ്റ് എന്ന് പറയുന്നത് ജബി മേത്തർ പോകുന്ന ഒഴിവിലേക്കാണ്, റിട്ടയർ ചെയ്യുന്ന ഒഴിവിലേക്കാണ്. അത് 2028ലേക്കാണ്. ആ 2028 ലീഗിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആ സീറ്റ് തിരിച്ചു കിട്ടുമെന്നാണ്. അപ്പോൾ വീണ്ടും 2ാം സീറ്റ്. അപ്പോൾ 2024 മുതൽ 26 വരെ ലീഗിന് 2 പേരുണ്ടാവും. 2026 UDF വന്നാൽ അതേ സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷേ UDF അല്ല LDF ആണെങ്കിൽ 2026 മുതൽ 28 വരെ ലീഗിന് 2 മെമ്പർമാരുണ്ടാകില്ല, ഒരേ മെമ്പർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 3 സീറ്റ് കിട്ടി, അല്ല 2 സീറ്റ് രാജ്യസഭയിൽ കിട്ടി എന്നുള്ള അവകാശവാദം യഥാർത്ഥത്തിൽ ഭാഗ്യാന്വേഷണം മാത്രമാണ്, ഒരു ഭാഗ്യ പരീക്ഷണം മാത്രമാണ്. ലീഗിന് കൃത്യമായി രാജ്യസഭയിൽ 2 സീറ്റ് കിട്ടിയതായി ഇവിടുത്തെ UDFിലെ ധാരണയിൽ നിന്ന് നമുക്ക് വ്യക്തമല്ല. Meet the editors.